ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചിയാ സീഡും സേമിയയും വെച്ചുള്ളൊരു പായസമാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് ചിയാ സീഡ്, അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് കുതിർക്കാൻ വെക്കാം. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് സാബുദാന ചൂടുള്ള വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് കുതിർക്കാൻ വെക്കാം. ഇവിടെ പായസത്തിനായുള്ള സാധനങ്ങളെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. പഞ്ചസാര, അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട നട്ട്സ്, ഇവയെല്ലാം ഓൾറെഡി തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇവിടെ ഞാൻ 1 ലിറ്റർ പാലാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ 1 ഗ്ലാസ് തിളപ്പിച്ച വെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാൾ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ പാലൊക്കെ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ സാബൂനരി ഇട്ട് കൊടുക്കാം. ഓൾറെഡി കുതിർത്തെടുത്തതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണിത്. നമ്മുടെ ആരോഗ്യത്തിനും ചിയാ സീഡ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന സേമിയ കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇളക്കി കൊടുത്ത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടിയോ കുറച്ചോ എടുക്കാം. ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ചിയാ സീഡ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നല്ലവണ്ണം കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് പറ്റിപ്പിടിക്കുന്ന രീതിയിലുള്ളതാണ്, കൊഴുപ്പുള്ളതാണ്. അതുകൊണ്ട് നന്നായിട്ട് സ്പൂൺ വെച്ച് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാം. എല്ലാം ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിയാ സീഡ് കൊണ്ടുള്ള പായസം, സേമിയ പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് കട്ടി പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ കാഷ്യൂ നട്ടും മുന്തിരിയും അതുപോലെ തന്നെ കുറച്ച് ബദാമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിയാ സീഡ് പായസം എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇത് എൻ്റെ ഒരു പഴയ വീഡിയോ ആണ്, ആദ്യകാലത്തിട്ട. ഞാനൊന്ന് എഡിറ്റ് ചെയ്ത് ഇട്ടതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.